നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് കരോൾ ഗാനങ്ങളുടെ രാജകുമാരി ആൽഡ്രിയ സാബുവിൻ്റെ കരോൾ ഗാനങ്ങളും ക്രിസ്തുമസ് വിശേഷങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആൽഡ്രിയ പാടിയ മഞ്ഞിൻ കണം, പോകാൻ ബത്ലഹേമിൽ എന്ന് തുടങ്ങുന്ന ഗാനങ്ങളെല്ലാം പ്രേക്ഷകമനം കവരുന്നതാണ്. മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊടുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. വാനം തിളങ്ങി നിന്നു, ദിവ്യതാരം തെളിഞ്ഞു നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീചികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീചികൾ സ്തുതിഗീതങ്ങൾ പാടി. ആരെയും അതിശയിപ്പിക്കുന്ന സ്വരമാധുരിയുടെ ഉടമയാണ് ആൽഡ്രിയ സാബു. ചെറുപ്പകാലം മുതൽ സംഗീതം പഠിക്കുമായിരുന്ന ആൽഡ്രിയ പള്ളിക്കൊയറുകളിൽ നിറസാന്നിധ്യമായിരുന്നു. ക്രിസ്തുമസ് ദിനങ്ങളിൽ പുറത്തിറങ്ങിയ മഞ്ഞിൻ കണം എന്ന് തുടങ്ങുന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമായി മാറുകയാണ്. മഞ്ഞിൻ കണം ഇന്നിനുള്ളിൽ കുളിരാർന്നൊരനുഭവമേകി. എൻ്റെ നാഥൻ ഇന്നീരാവിൽ പൊന്നോമൽ കുഞ്ഞായി പിറന്നു. മാലാഖവൃന്ദം താരാട്ടുപാടി, നക്ഷത്ര കുഞ്ഞുങ്ങൾ മിഴിചെമ്മി നിന്നു. ഉണ്ണിയേശു എന്നെ നോക്കി പുഞ്ചിരി തൂകുന്ന ഈ നിമിഷം. മഞ്ഞിൻ കണം ഇന്നിനുള്ളിൽ കുളിരാർന്നൊരനുഭവമേകി. എൻ്റെ നാഥൻ ഇന്നീരാവിൽ പൊന്നോമൽ കുഞ്ഞായി പിറന്നു. പുൽക്കൂട്ടിൽ, ഈ പുൽക്കൂട്ടിൽ സ്നേഹപ്രതീകം പിറന്നു. എന്നുള്ളിൽ ഇന്നിനുള്ളിൽ ആ സ്നേഹമെങ്ങും നിറഞ്ഞു. കാലിത്തോഴുത്തിലെ മെഴുതിരി നാളം ലോകം മുഴുവൻ വെളിച്ചം പകർന്നു. ആ ദിവ്യനാളം ഇന്നും ഈ ഭൂവിൽ സ്നേഹം പകരും തിരിയായി തീർന്നു. മഞ്ഞിൻ കണം ഇന്നിനുള്ളിൽ കുളിരാർന്നൊരനുഭവമേകി. എൻ്റെ നാഥൻ ഇന്നീരാവിൽ പൊന്നോമൽ കുഞ്ഞായി പിറന്നു. ക്രിസ്തുമസ് ദിനങ്ങളിലെ ഓർമ്മകളും ബോന്നത്താലയിൽ പാടുവാൻ ലഭിച്ച അവസരങ്ങളെക്കുറിച്ചും ആൽഡ്രിയ ചർച്ച് ബീറ്റ്സിൽ മനസ്സ് തുറക്കുകയാണ്. എനിക്ക് കൂടുതൽ മാതാവിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൽബംസിൽ ചാൻസ് കിട്ടാറ് മാതാവിൻ്റെ പാട്ടുകളാണ്. കൂടുതൽ അതാണ് പാടിയിരിക്കുന്നത്. മാതാവിൻ്റെ ആദ്യത്തെ പാട്ട് പാടിയിരിക്കുന്നത് കണ്ടു ഞാനെൻ മിഴികളിൽ എന്ന സോങ്ങാണ്. കണ്ടു ഞാനെൻ മിഴികളിൽ നാഥയേ എൻ നാഥയേ. കേട്ടു ഞാനെൻ കാതുകളിൽ നിൻ സ്വരം, അമ്മേ നിൻ സ്വരം. ആൽഡ്രിയയുടെ ചേച്ചി ആൽവിന സംഗീതം പഠിക്കുന്നത് കണ്ടാണ് ആൽഡ്രിയ സംഗീതരംഗത്തേക്ക് കടന്നു വന്നത്. ആൽഡ്രിയയെപ്പോലെ മനോഹരമായി ആൽവിനയും ക്രിസ്മസ് ഗാനങ്ങൾ പാടാറുണ്ട്. പൈതലാം യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതനേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാം
ഞങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാ ലാ ലാ, ലാ ലാ ലാ, ലാ 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 ലാ. ആഹാ 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 ആഹാ. ജില്ലാ സംസ്ഥാന തലത്തിലടക്കം നിരവധി മത്സരങ്ങളിൽ ആൾഡ്രിയ പങ്കെടുത്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ ആൾഡ്രിയയുടെ സംഗീതത്തിലുള്ള അഭിരുചി തിരിച്ചറിഞ്ഞപ്പോൾ ആൾഡ്രിയയെ സംഗീതരംഗത്തേക്ക് മുന്നേറാൻ സഹോദരി ആൽവിനെയും കുടുംബാംഗങ്ങളും പ്രോത്സാഹനവും പിന്തുണയും നൽകിയെന്നും ആൾഡ്രിയയുടെ മമ്മി ഷീജയും മറ്റു കുടുംബാംഗങ്ങളും ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. അവളുടെ ചേച്ചിയും പാടുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ചേച്ചിയെ മ്യൂസിക് ക്ലാസ്സിൽ ഇവന് ചേതന അവിടെ മ്യൂസിക് കോളേജിൽ കൊണ്ടുപോയി അവളെ ചേർത്തു. അപ്പം അന്ന് ഇവള് കുഞ്ഞു ഭാവിയായിരിക്കുന്ന സമയത്ത് ഇവളും വാശി പിടിക്കും അവിടെ പോയി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ കേട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവള് പാട്ട് പഠിക്കുന്നതിൻ്റെ ഒപ്പം അവളും പാട്ട് പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളൊരു സ്റ്റേജിൽ നിൽക്കണം, അവളും പാടി തുടങ്ങും. അങ്ങനെ പാട്ട് പാടി പിന്നെ 3ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴേക്കും ആളെ മ്യൂസിക് പഠനം ആരംഭിച്ചു. അപ്പം ആദ്യമായിട്ട് കലോത്സവത്തിന് പാടി അവൾ ലൈറ്റ് മ്യൂസിക് സ്റ്റേറ്റ് വിന്നറായിരുന്നു. ആ കൊല്ലത്തിൽ തന്നെ ഫോക്ക് ഡാൻസ് നന്നായി ചെയ്യായിരുന്നു. അതുപോലെ മലയാള റെസിറ്റേഷൻ, ഇംഗ്ലീഷ് റെസിറ്റേഷൻ അതൊക്കെ നന്നായി ചെയ്യുന്നു. എന്താ വെച്ചാൽ ഞാനിപ്പോൾ എന്നും ക്ലാസ്സിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരുപാട് നാൾ കൂടിയിട്ട് കാണാൻ ചേച്ചിയും ചോടി വരും. അപ്പം ഭയങ്കര ലവബിളാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ എൻ്റെ ജൂക്ക് ബോക്സും കൂടിയാണ് അവൾ. ഇഷ്ടമുള്ള പാട്ടുകൾ അവരോട് പറയുമ്പോൾ അവൾ എനിക്കത് പാടിത്തരും. തൃശൂർ ദേവമാത CMI പബ്ലിക് സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആൾഡ്രിയ. ആൾഡ്രിയയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനവും നൽകി പിതാവ് സാബുവും മാതാവ് ഷീജയും ഒപ്പമുണ്ട്. ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ പാടി സമൂഹ മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായി മാറുകയാണ് ആൾഡ്രിയ. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ തളിരാർന്ന പൊന്മേനി നോവുമേ, കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ. തളിരാർന്ന പൊന്മേനി നോവുമേ, കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. കാവൽ മാലാഖമാരേ. ഇനി ക്രിസ്തുമസ് വിശേഷങ്ങളിലേക്ക്. ക്രിസ്തുമസ് ദിനങ്ങളിൽ പുറത്തിറങ്ങിയ വിവിധ സന്യാസിനി സമൂഹങ്ങളിലെ യുവസന്യാസിനിമാരുടെ ക്രിസ്തുമസ് സന്ദേശങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. സന്യാസിനി സമൂഹങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ക്രിസ്തുമസ് സന്ദേശങ്ങൾ പുറത്തിറക്കുന്നത്. കോവിഡ് മഹാമാരി രക്ഷകനിലേക്ക് തിരിയാനുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നതെന്ന് ചെറുപുഷ്പ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ആൻമരിയ ജെയിംസ് തന്റെ സന്ദേശത്തിൽ പറയുന്നു. കോവിഡ് മഹാമാരിയുടെ നടുവിൽ മറ്റൊരു ക്രിസ്തുമസ് കൂടി ആഗതമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ക്രിസ്തുമസിന്റെ യഥാർത്ഥ ചൈതന്യത്തോട് ചേർന്ന് പോകുന്ന ഒരു സമയത്താണ് നാം ഇന്ന്. 2000 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ഔസേപ്പിതാവിനും അമ്മ മേരിക്കും ഉണ്ണിമിശിഹായിക്കും അനുഭവപ്പെട്ട അതേ അരക്ഷിതാവസ്ഥകളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോവുക. സ്വദേശമായ നസ്രത്തിൽ നിന്നും ബെത്ലഹേമിലേക്ക് പേരെഴുതിക്കാൻ പോയ അവരുടെ ദുർഘട യാത്ര
അവർക്ക് അനുഭവപ്പെട്ട കഷ്ടതകൾ ഇന്ന് സ്വന്തക്കാരിൽ നിന്ന് ബന്ധുജനങ്ങളിൽ നിന്നും അകന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണുവാൻ കഴിയുമോ എന്ന് വേവലാതിപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെയല്ലേ ഓർമ്മപ്പെടുത്തുന്നത്? മനുഷ്യബുദ്ധിക്ക് സങ്കല്പിക്കാനാവാത്ത വിധത്തിലായിരുന്നു കാലിത്തൊഴുത്തിലുള്ള ദൈവപുത്രന്റെ ജനനം. അടച്ചുറപ്പുള്ള ഒരു വാതിൽ പോലും അവന്റെ മുൻപിൽ തുറക്കപ്പെട്ടില്ല. സമ്പത്തും സുഖ സൗകര്യങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു കൊച്ചു വൈറസിന് മുൻപിൽ ലോകം പകച്ചു നിൽക്കുകയാ. ഇവിടെയാണ് പരിമിതികളിലേക്ക് ഇറങ്ങിയ കാലിത്തൊഴുത്തിൽ പിറന്നവന്റെ പ്രസക്തി. അവൻ കാലിത്തൊഴുത്തിൽ പിറന്നതുകൊണ്ടല്ലേ ഹെറോദോസിന്റെ ക്രൂര കണ്ണുകൾ അവനെ തേടിയെത്താതിരുന്നത്? ഇതുപോലെ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളും കഷ്ടതകളും നമ്മുടെ ജീവിതത്തെ ഒരു പുൽക്കൂടാക്കി മാറ്റുമ്പോൾ അവിടെ ഉണ്ണി പിറക്കും. അന്ന് നക്ഷത്രം ജ്ഞാനികൾക്ക് രക്ഷകനെ തേടിയിറങ്ങാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. ഇന്ന് ഈ കോവിഡ് മഹാമാരി രക്ഷകനിലേക്ക് തിരിയാൻ നമുക്കുള്ള മുന്നറിയിപ്പാ. ദിവ്യ താരകത്തെ ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളങ്ങളായി കണ്ടതുകൊണ്ടാ പുൽക്കൂട്ടിലെത്തി ദൈവപുത്രനെ ആരാധിക്കാൻ അവർക്ക് കഴിഞ്ഞത്. ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന അടയാളങ്ങളെ ദൈവിക ഇടപെടലുകളായി കണ്ട് നമുക്കും അവനിലേക്ക് തിരിയാൻ കഴിയട്ടെ. പുൽക്കൂട്ടിലെ നിശബ്ദതയിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട ആട്ടിടയരും തങ്ങളുടെ സമ്പാദ്യങ്ങൾ സമർപ്പിച്ച ജ്ഞാനികളുമൊക്കെ ഈ കാലഘട്ടത്തില് തങ്ങളുടെ കയ്യും മെയ്യും മറന്ന് ശുശ്രൂഷ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയല്ലേ ഓർമ്മിപ്പിക്കുക. ഈ കാലഘട്ടത്തിലും ക്രിസ്മസ് പകരുന്ന സേവനത്തിന്റെയും ശുശ്രൂഷയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ചൈതന്യം അറ്റുപോയിട്ടില്ല എന്ന് ഈ മാലാഖമാർ നമ്മെ ഓർമ്മിപ്പിക്കുകയാ. തിരുക്കുടുംബം കഷ്ടതകളിലൂടെയും അലച്ചിലുകളിലൂടെയും ഒക്കെ കടന്നുപോയെങ്കിലും ഉണ്ണിയേശുവിന്റെ ജനനം മാനവരാശിക്ക് മുഴുവൻ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആഘോഷമായില്ലേ? അതുപോലെ നമ്മുടെ പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടതകളും ഒക്കെ സന്തോഷമാക്കി പകർത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. അതിന് 2020 ക്രിസ്തുമസ് നമ്മെ സഹായിക്കട്ടെ. ഉണ്ണിമിശിഹ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനിലൂടെ ക്രിസ്തുമസ് ആഘോഷം നടത്തി റോമിൽ പഠനത്തിലും അജപാലന ശുശ്രൂഷയുമായി വന്നിരിക്കുന്ന മലയാളി സമർപ്പിത കൂട്ടായ്മയായ മാർത്തോമാ മാർഗം. റോമിലെ സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റോമിൽ പഠനത്തിനും അജപാലനത്തിനും വന്നിരിക്കുന്ന മലയാളി സമർപ്പിതരുടെ കൂട്ടായ്മയായ മാർത്തോമാ മാർഗം ക്രിസ്തുമസ് ആഘോഷം നടത്തി. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് മോറാൻമോർ കർദിനാൾ ബെസിലിയോസ് ക്ലീമിസ് പിതാക്കന്മാർ സന്ദേശം നൽകി. Our own hearts, our own minds, our own houses, our own places where we live should become really the manger for the Lord. ഏവർക്കും യേശുക്രിസ്തുവിൽ സ്നേഹവന്ദനം. നമ്മുടെ രണ്ട് സഭകളും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നാം നമ്മുടെ സെമിനാറിന്റെയും പ്രസംഗത്തിന്റെയും വിഷയമായി പലപ്പോഴും മറ്റ് സഭകളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ചർച്ച് ഈസ് എ കമ്മ്യൂണിയൻ എന്നത് പ്രായോഗികമായി ആവിഷ്കരിച്ച രംഗമായിരുന്നു. റോമിലെ സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന കാര്യങ്ങൾ നോക്കുന്ന മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മാർത്തോമ യോഗം പ്രസിഡന്റ് ഫാദർ രഞ്ജിത്ത് ആലുങ്കൽ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് സഭാ പാരമ്പര്യം വിളിച്ചോതുന്ന കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരുന്നു. റോമിലെ കോവിഡ് വ്യാപനം കാരണം ഇത്തവണ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയായിരുന്നു. ഇറ്റലിയിൽ ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ഡിസംബർ 21 മുതൽ ജനുവരി 6 വരെ ഇന്റർ റീജിയണൽ ലോക്ക്ഡൌൺ ആണ്. വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി ഫാദർ ജിൽസൺ പയ്യപ്പള്ളി, വാർഷിക കണക്ക് ഫാദർ ജൈനോ CMI എന്നിവർ അവതരിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളും ക്രിസ്തുമസ് കാലമാകുമ്പോൾ സമ്മാനങ്ങൾക്കായി സാന്താക്ലോസിന് കത്തുകൾ അയക്കാറുണ്ട്. ഈ കത്തുകളെല്ലാം എത്തുന്നത് ഫിൻലൻഡിലെ ക്രിസ്തുമസ് വില്ലേജിലാണ്. അതിനാൽ തന്നെ സാന്താക്ലോസിന്റെ സ്വദേശമായ ഫിൻലൻഡിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. സാന്റാക്ലോസിന്റെ സ്വദേശമായി അറിയപ്പെടുന്നത് ഫിൻലൻഡിലെ തന്നെ ലാപ്ലാൻഡ് എന്ന പ്രദേശമാണ്. ലാപ്ലാൻഡിൽ ക്രിസ്മസ് ലാൻഡ് എന്ന ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഒട്ടനവധി ആളുകളാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കായി ക്രിസ്മസ് ലാൻഡിലെത്തുന്നത്. ആഗമനകാലത്തിന്റെ ആദ്യ ഞായർ മുതലാണ് ലാപ്ലാൻഡിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ആരംഭമാകുന്നത്. സാന്റാക്ലോസ് ഫിൻലൻഡിലായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെയുള്ളവർക്ക് സമ്മാനങ്ങൾ കൈമാറുവാൻ ഒത്തിരി യാത്ര ചെയ്യേണ്ടതില്ല എന്ന പ്രത്യേകതയും ഫിന്നിഷ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കുണ്ട്. മറ്റൊരു വൈവിധ്യം ഫിൻലൻഡിൽ മൃഗങ്ങൾക്കും ക്രിസ്തുമസ് ആഘോഷം ഉണ്ടെന്നതാണ്. ആളുകൾ മരച്ചില്ലകളിൽ അരിയും നട്ട്സുമെല്ലാം തൂക്കിയിടാറുണ്ട്.
ഇതവിടെയുള്ള പക്ഷിമൃഗാദികൾക്കായിട്ടാണ്. ഇതിലൂടെ ഇവയും ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗഭാക്കാകുന്നു. ക്രിസ്തുമസ് തലേന്ന് വിശ്വാസികൾ ദേവാലയങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും രാത്രിയിൽ സെമിത്തേരികളിൽ അവരുടെ മരണമടഞ്ഞ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കുകയും അവിടെ പൂക്കൾ കൊണ്ടും തിരികൾ കൊണ്ടും അലങ്കൃതമാക്കുകയും ചെയ്യും. ക്രിസ്തുമസ് ദിനത്തിൽ വീട്ടിലെ ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെ ഒരുമിച്ചിരുന്നാണ് അത്താഴം കഴിക്കുന്നത്. ഫിൻലൻഡുകാരുടെ തനത് രുചികളാണ് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത്. അതിനുശേഷമാണ് എല്ലാവർക്കും സമ്മാനം വിതരണം ചെയ്യുന്നത്. സാന്റാക്ലോസ് നൽകുന്ന സമ്മാനങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ പങ്കിടുകയും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രേലിയയിലെ മഞ്ഞുമലയിൽ ചിത്രീകരിച്ച മലയാള ക്രിസ്തുമസ് ഗാനം 300-ലധികം ഭാഷകളിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഫാദർ വിൽസൺ മേച്ചേരിയിൽ സംഗീതം നിർവഹിച്ച് ആലപിച്ചിരിക്കുന്ന മഞ്ഞു പൊഴിയുന്ന രാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുകയാണ്. മഞ്ഞ് പൊഴിയുന്ന രാവിൽ ഭൂമി മയങ്ങുന്ന നേരം മാലാഖവൃന്ദങ്ങൾ പാടുന്ന ഗീതം മാലോകരേറ്റേറ്റു പാടുന്നിതാ. മഞ്ഞ് പൊഴിയുന്ന രാവിൽ ഭൂമി മയങ്ങുന്ന നേരം മാലാഖവൃന്ദങ്ങൾ പാടുന്ന ഗീതം മാലോകരേറ്റേറ്റു പാടുന്നിതാ. ക്രിസ്മസിന്റെ വരവറിയിച്ച് സുന്ദര സംഗീതവും ദൃശ്യഭംഗിയുമായി ഓസ്ട്രേലിയയിലെ മഞ്ഞുമലയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ക്രിസ്മസ് ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ചൈനീസ് മിഷണറിയും ക്ലരീഷ്യൻ സഭാംഗവുമായ ഫാദർ ജിജോ കണ്ടംകുളത്തിയാണ്. മിന്നി ചിമ്മും നക്ഷത്രജാലം വാനിൽ മന്ദം അണിചേരുകയായി തിങ്കൾ കലയും പൊൻകതിരൊളി വീശി മറിയം ആടും ഈരടി കേൾക്കാൻ. മക്കാവിൽ നിന്ന് കഴിഞ്ഞ വർഷം വെയിനെ സന്ദർശിച്ച ഫാദർ ജിജോയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ ഗാനത്തിന്റെ വരികളും സംഗീതവും ആവിർഭവിച്ചതെന്നും കോവിഡ് കാലത്ത് ഈ ഗാനത്തിന് ദൃശ്യാവിഷ്കാരം നൽകി പുറത്തിറക്കാൻ സാധിച്ചത് ഒരു സംഗീത സൗഹൃദത്തിന്റെ സന്ദേശം കൂടിയാണെന്ന് ഫാദർ വിൽസൺ മേച്ചേരിയിൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. ചെറിയ മഞ്ഞ് വീഴുന്ന ആ ഒരു ലൈസ് റീസൾട്ട് എന്നാണ് ജർമ്മൻ ഭാഷയിൽ പറയുക. ചെറുതായിട്ട് ഇങ്ങനെ പൊഴിയുന്നു, മഞ്ഞ് വീഴുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സിറ്റിയിലൂടെ നടക്കാൻ നേരത്ത് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ യൂറോപ്യൻ നഗരങ്ങൾ അണിഞ്ഞൊരുങ്ങുന്ന ഒരു സൗന്ദര്യം അത് പറഞ്ഞറിയിക്കാനും മേലാത്ത ഒരു സൗന്ദര്യമാണ്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ എല്ലാ ഭാവങ്ങളും സകല ഭാവതലങ്ങളിലെയും ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു പാട്ട്, അതിൻ്റെ അകത്തൊരു മഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ ആകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഫാദർ വിൽസൺ മേച്ചേരിനൊപ്പം യൂറോപ്യൻ മലയാളികൾക്ക് സുപരിചിതയായ ഗായിക ബ്ലസ്സി ബെന്നിയും വിയന്നയിലെ ഗായകരായ ജൻസ് ചന്താടിയിലും റോജിൻ വർഗീസും ഒരുമിച്ച് ചേരുന്ന ക്രിസ്മസ് ഗാനം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. വിശുദ്ധ നിക്കോളാസിനെ അനുകരിച്ച് വേദനിക്കുന്നവരും നിരാശയിൽ കഴിയുന്നവരുമായ അനേകർക്ക് സഹായമായും കുട്ടികൾക്ക് ആനന്ദമായും ജെറുസലേം സാന്റ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു. പ്രശസ്തനായ മുൻ ഫുട്ബോൾ താരവും പാലസ്തീനിയൻ കത്തോലിക്കനുമായ ഇസാഖ് അസീസിയാണ് ജെറുസലേമിലെ സാന്റാലേനിൽ 3 വർഷമായി ക്രിസ്മസ് കാലത്ത് തന്റെ ഭവനം സാന്റാക്ലോസ് ഭവനമായി ഏവർക്കും തുറന്നു നൽകുന്നത്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ക്രിസ്മസ് സന്ദേശങ്ങളുമായി വീണ്ടും അനേകർക്ക് ആശ്വാസം പകർന്ന് ജെറുസലേമിലെ സാന്റാലേനിലെ സാന്താക്ലോസ് ഭവനം തുറക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ
അവർ പറയാതെ തന്നെ കണ്ടറിഞ്ഞ് സഹായമെത്തിച്ചിരുന്ന വിശുദ്ധ നിക്കോളാസിനെ അനുകരിച്ചാണ് മുൻ ഫുട്ബോൾ താരമായ ഇസാക്ക് അസീസി വർഷം തോറും ക്രിസ്മസ് കാലത്ത് സാന്റാക്ലോസായി വേഷമണിഞ്ഞ് തന്റെ ഭവനത്തിലേക്ക് ഏവരെയും സ്വീകരിക്കുന്നത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ റെഡ് സോണിലാണ് തന്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഭീതിയുടെയും ആശങ്കയുടെയും അരക്ഷിതാവസ്ഥയിലാണ് ക്രിസ്മസ് ചൈതന്യത്തെ കൂടുതലായി ജ്വലിപ്പിക്കേണ്ടത് എന്ന നിലപാടുമായി ഇസ തന്റെ പതിവ് പൂർവാധികം ഊർജ്ജസ്വലതയോടെ ആരംഭിച്ചിരിക്കുകയാണ്. ബൈറ്റ്. ഏറെ ആകർഷകമായും നയനമനോഹരമായുമാണ് ഇസ തന്റെ ഭവനം അലങ്കരിച്ചൊരുക്കിയിരിക്കുന്നത്. കോവിഡ്-19 മാനദണ്ഡപ്രകാരം താപനില പരിശോധിച്ച ശേഷമാണ് വീട്ടിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. സാന്റാക്ലോസിന്റെ വേഷത്തിലും ബാഹ്യ അലങ്കാരങ്ങളിലും ഒതുങ്ങുന്ന ഒരു സാന്റാക്ലോസായിട്ടല്ല ഇസ പ്രവർത്തിക്കുന്നത്. ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളും പലഹാരങ്ങളുമെല്ലാം നൽകുന്ന ജെറുസലേം സാന്റ സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും തുറവിയുടെയും ഒരു ലോകം തന്നെയാണ് തന്റെ ഭവനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വീട് വിട്ട് നഗരങ്ങളിലും തെരുവുകളിലും ഒട്ടകപ്പുറത്തും കാൽനടയായും നൃത്ത ചുവടുകളും ഗാനങ്ങളും സമ്മാനങ്ങളുമായി ജെറുസലേം സാന്റ പ്രത്യക്ഷനാകാറുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുല്യതാ മനോഭാവത്തോടെ ആനന്ദവും പ്രതീക്ഷയും പകരുന്ന ജെറുസലേം സാന്റ നിസ്വാർത്ഥതയുടെയും പരസ്നേഹത്തിന്റെയും ഉത്തമ ക്രിസ്മസ് സന്ദേശങ്ങൾ പകർന്ന് തന്റെ യാത്ര തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. ഡിസംബർ 25-നാണ് ലോകമൊട്ടാകെയുള്ള ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നാൽ ഈജിപ്തിലെ കോപ്റ്റിക് ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനുവരി മാസമാണ്. ഏറെ വൈവിധ്യമാർന്നതാണ് ഇവരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ. ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിനായി മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുന്നതിനായിട്ടാണ് 25 ദിവസത്തെ നോമ്പാചരണം നടത്തുന്നത്. ചെറിയ ത്യാഗങ്ങളിലൂടെയും പുണ്യപ്രവർത്തികളിലൂടെയും ഉണ്ണീശോയെ സ്വീകരിക്കുവാനായി ഈ നോമ്പാചരണം സഹായിക്കുന്നു. എന്നാൽ ഡിസംബർ 25-ന് ലോകമൊട്ടാകെ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കോപ്റ്റിക് ക്രൈസ്തവ സമൂഹം നോമ്പാചരണത്തിലായിരിക്കും. 43 ദിവസം നീണ്ട നോമ്പാചരണത്തിനൊടുവിൽ ജനുവരി 6-നാണ് അവർ ഉണ്ണിയേശുവിന്റെ പിറവിത്തിരുനാൾ ആഘോഷിക്കുന്നത്. നവംബർ 25 മുതലാണ് ഇവരുടെ നോമ്പാചരണം ആരംഭിക്കുന്നത്. ഈജിപ്തിലെ ക്രൈസ്തവ വിശ്വാസികളിൽ ഏറിയ ശതമാനവും കോപ്റ്റിക് വിശ്വാസി സമൂഹമാണ്. ഹോളി നേറ്റിവിറ്റി ഫാസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ഈ നോമ്പാചരണത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള ഒന്നും ഇവർ ഭക്ഷിക്കുകയില്ല. ക്രിസ്മസ് ദിനത്തിൽ രാവിലെ 10:30 തുടങ്ങുന്ന പ്രാർത്ഥനകളോടും തിരുക്കർമ്മങ്ങളോടെയുമാണ് ഇവരുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തുടങ്ങുന്നത്. ക്രിസ്തുമസ് ദിനങ്ങളിൽ SDV സന്യാസിനിമാർ പാടിയ ഇറ്റാലിയൻ കരോൾ ഗാനം സമൂഹമാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. നിർമ്മല മീഡിയ TSR എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയ ഗാനത്തിന് മികച്ച പ്രതികരണമാണ് സമൂഹമാധ്യമങ്ങളിൽ ലഭിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.